തൃശ്ശൂരിൽ അതിരപ്പള്ളി തുമ്പൂർ മൂഴിയിൽ വീണ്ടും കാട്ടാനകൾ ഇറങ്ങി. ചാലക്കുടി അതിരപ്പള്ളി പാതയ്ക്ക് സമീപമാണ് കാട്ടാനകൾ ഇറങ്ങിയത്. ലിഷോയോട് ചേർന്ന് ഒരു ആന ഉള്ളതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലിഷോയി സുരക്ഷിതമായിട്ട് നിൽക്കുക തന്നെയല്ലേ? എന്താ ഇപ്പൊ അവിടുത്തെ അവസ്ഥ? ലിഷോ കേൾക്കുന്നുണ്ടോ? തൊട്ടടുത്ത് തന്നെ കാട്ടാനകൾ ഉണ്ടെന്ന് അറിയുന്നു. സുരക്ഷിതനാണോ ലിഷോയ്? അവിടങ്ങളിലെ ജനവാസികൾ എന്താ പറയുന്നത്? അവിടെ ആൾക്കാരെങ്കിലും ഉണ്ടോ? തീർച്ചയായും പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ എണ്ണപ്പനത്തോട്ടമാണിത്. 16 ബ്ലോക്കാണ്. ചിക്ലായി പെട്രോൾ പമ്പിനടുത്തുള്ള സ്ഥലമാണ്. ഇവിടെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഈ തോട്ടത്തിനകത്ത് തന്നെ ഇവിടെ ആന പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ എണ്ണപ്പന മറച്ചിട്ടതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ സത്തും അതുപോലെ തന്നെ അത് തിന്നുകയാണ്. ഇത് തോട്ടം മേഖലയാണ്. അതിരപ്പള്ളിയിലേക്ക് പോകുന്ന റോഡിനോട് തൊട്ടടുത്താണ് ഈ സ്ഥലമെന്ന് പറയുന്നത്. ഇതിന് അതായത് ഈ ആന നിൽക്കുന്നതിൻ്റെ ഏകദേശം 100 മീറ്റർ മാത്രം മാറിയാണ് ഈ പ്രധാനപ്പെട്ട അതിരപ്പള്ളി വാഴച്ചാൽ മേഖലയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട റോഡുള്ളത്. എന്തായാലും അവിടെ ഈ മേഖലയിലാണ് ആനകൾ സ്ഥിരമായി നിൽക്കുന്നത്. പല സമയങ്ങളിൽ ഇത്തരത്തിൽ ഈ ആനകൾ ഇവിടെ നിന്നും പല ഭാഗങ്ങളിൽ നിന്നുമായി പുഴ കടന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. എന്തായാലും ഈ മേഖലയിൽ ആണ് സ്ഥിരമായ ആനകളുടെ സാന്നിധ്യമുള്ള ഒരു പ്രദേശമെന്ന് പറയുന്നത്. പക്ഷേ അവിടെ ഒന്നും തന്നെ ഫെൻസിങ്ങോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിൽ ആനയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. ഈ പ്രദേശത്തുണ്ടായിരുന്ന ആളുകൾ ആനയെ ഇവിടെ നിന്ന് ഓടിക്കാനായി തൊഴിലാളികൾ എത്തിയിരുന്നു. പക്ഷേ ആനക്കൂട്ടം ഇതിന് പുറകിൽ, നമ്മൾ ഈ കാണുന്ന ദൃശ്യത്തിന് പുറകിൽ ആനക്കൂട്ടം ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. റോഡ് ക്രോസ് ചെയ്ത് ഇപ്പോൾ വീണ്ടും ജനവാസ മേഖലയിലേക്ക് ആനകൾ എത്താനായി സാധ്യതയുണ്ട്. അതായത് ആ തോട്ടം മേഖലയിൽ നിന്ന് റോട്ടിലേക്ക് ആനകൾ കടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ക്യാമറയിൽ തന്നെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഈ കാട്ടാനകൾ നിലവിൽ റോഡ് ക്രോസ് ചെയ്യുകയാണ്. അതായത് ഈ പ്രധാന റോഡിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് അതിരപ്പള്ളിയിൽ, ചാലക്കുടിയിൽ നിന്ന് അതിരപ്പള്ളിയിലേക്കുള്ള പ്രധാന റോഡാണിത്. ചിക്ലായി ഭാഗം ഇവിടെയാണ് നിലവിൽ ഈ ആന റോഡിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ ഒരുപാട് ആളുകളും ഇവിടെയുണ്ട്. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ പുഴ കടന്ന് എണ്ണപ്പനത്തോട്ടത്തിന്റെ ആ ഭാഗത്ത് നിന്ന് കടന്ന് തൊട്ടടുത്തുള്ള വനപ്രദേശത്തേക്ക് ആന കടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് ഈ മേഖലയിലാണ്, ചിക്ലായി മേഖലയിലാണ് കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ആനകൾ റോഡിലിറങ്ങി ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുകയും കൂടാതെ വിനോദസഞ്ചാരികളെ ഓടിക്കുകയും എല്ലാം തന്നെ ചെയ്ത ഒരു പ്രദേശം കൂടിയാണ് ഇത്. എന്തായാലും ഈ മേഖലയിലാണ് ഇപ്പോൾ നിലവിൽ ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. റോഡിനോട് തൊട്ടടുത്ത് തന്നെ ഏകദേശം ഒരു 20 മീറ്റർ മാത്രമാണ്, 20 മീറ്റർ പോലും ഇല്ല, അത്രത്തോളം അടുത്ത് മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഈ കാട്ടാന നിലയുറപ്പിച്ചിരിക്കുന്നത്. മറ്റ് ഈ ഒരു ആന മാത്രമാണ് ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ആന മാത്രമാണ് ഇപ്പോൾ പ്ലാന്റേഷൻ മേഖലയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കടന്നിട്ടുള്ളത്. മറ്റ് 2 ആനകൾ കൂടി ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. ആ 2 ആനകൾ കൂടി ഇനിയും ഒരുപക്ഷെ അല്പസമയത്തിനകം ഈ ആനയുടെ പുറകെ തന്നെ എത്താനും സാധ്യതയുണ്ട്. ഈ മേഖലയിൽ ഇപ്പോൾ നിലവിൽ സാധാരണ രാവിലെ ഈ ഒരു സമയത്ത് 8:30 സമയത്ത് ഈ റോഡിലൂടെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ജോലിക്ക് പോകേണ്ട ഒരുപാട് ആളുകൾ പോകുന്ന ഒരു സമയമാണ്. പക്ഷേ ഇത്രയും ഈ ഒരു പകൽ സമയത്ത് പോലും ആനകൾ ഈ മേഖലയിൽ ഉള്ളത് വലിയ തോതിൽ ഈ ജനങ്ങൾക്കൊരു ഭീതിയുണ്ട്. കാരണം ഇവിടെ അതിനൊരു പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു വിധത്തിലുള്ള മാർഗങ്ങളോ ഫെൻസിങ്ങോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ രാവിലെ കർഷകരോട് സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞത് അത് തന്നെയാണ്. അതായത് ലിഷോ, ഒരൊറ്റ കാര്യം, അതായത് ഈ ഇതുപോലെ വന്യമൃഗങ്ങൾ പ്രത്യേകിച്ചും ആനയൊക്കെ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് അത് തോട്ടം മേഖലയാണ് എന്ന് ലിഷോ പലതവണ സൂചിപ്പിച്ചല്ലോ. ഈ തോട്ടം മേഖലയിലൊക്കെ ജോലിക്ക് വരുന്ന ഒരുപാട് സാധാരണ മനുഷ്യരുണ്ടാവും, തൊഴിലാളികളുണ്ടാവും. അവർക്ക് വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ ഈ എലിഫന്റ് സ്ക്വാഡിൻ്റെ ഭാഗത്തു നിന്നോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പ്, അതായത് ഉച്ചഭാഷണിയിലൂടെ അനൗൺസ്മെന്റ് പോലെയുള്ള കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ?
അതായത് ഈ മേഖലയിൽ AI സംവിധാനത്തോടു കൂടി ആനകളുടെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ നേരത്തെ ഒരുക്കിയിരുന്നു. പക്ഷേ അതൊന്നും തന്നെ പ്രാവർത്തികമല്ല, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഈ മേഖല എന്ന് പറയുന്നത് ഒരു റോഡിലൂടെ പെട്രോളിംഗ് നടത്താറുണ്ട്. ആനകളുള്ള സമയത്ത് റോഡിൽ നിന്നുകൊണ്ട് ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാറുണ്ട്. പക്ഷേ ഏകദേശം ഈ തോട്ടം മേഖല എന്ന് പറയുന്നത് 700 ഹെക്ടറിലധികം വരുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ തോതിൽ ഈ എല്ലാ ആളുകളെയും ഇത്തരത്തിൽ മുന്നറിയിപ്പ് എല്ലാ സമയത്തും നൽകുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് റോഡിൽ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി കൂട്ടത്തിലുണ്ടായിരുന്നു. നേരത്തെ റോഡ് ക്രോസ് ചെയ്ത ഒരു ആന, ആ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു ആന കൂടി നിലവിൽ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. ഈ തോട്ടം മേഖലയിൽ നിന്ന് ഈ വനമേഖലയിലേക്ക് കടക്കുന്നുണ്ട്. ഇതൊരു വളവാണ്. ഇവിടേക്ക് ആളുകൾ എത്തുമ്പോൾ പലപ്പോഴും ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ബൈക്ക് യാത്രക്കാർ ഉൾപ്പെടെയുള്ളവരാണ് അത്തരത്തിൽ വലിയ തോതിൽ അപകടത്തിൽപ്പെടുന്നത്. കാരണം ഈ വളവ് തിരിഞ്ഞെല്ലാം തന്നെ വരുന്ന സമയത്ത് പലപ്പോഴും ആനകൾ നിൽക്കുന്നതോ ആനകൾ ക്രോസ് ചെയ്യുന്നതോ ഒന്നും തന്നെ കാണാൻ സാധിക്കാറില്ല. അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്കും അപകടങ്ങൾക്കും വഴിവെക്കാറുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ഒരു ആനയുടെ സാന്നിധ്യം അറിഞ്ഞ ഉടനെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയും ഇവിടെ നിന്ന് ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്.